എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം. സുഹൃത്തുക്കളെ, 2026 പുതുവത്സരം തുടങ്ങുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് വ്യാഴാഴ്ചയാണ്. 2026 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂട്ടി നോക്കിയേ, 10 വരും, അതായത് 1 വരും. സൂര്യൻ്റെ സൂര്യ നമ്പർ ന്യൂമറോളജിക്കലി 1. അപ്പോൾ 2026 വ്യാഴാഴ്ച, വ്യാഴഗ്രഹവും ജൂൺ മാസത്തിൽ ഉച്ചത്തിലാകാൻ പോകുന്നു. വളരെ നല്ലൊരു വർഷമായിരിക്കും വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം. പൊതുവെ എല്ലാവർക്കും തന്നെ വ്യാഴം വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ വർഷം വർക്കാകും, അതിന് സംശയമില്ല. അപ്പം ഞങ്ങളുടെ ടീമിൻ്റെ പുതുവത്സര ആശംസകൾ എല്ലാവർക്കും. ഇനിയും നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക ഒരു അതായത് ആത്മീയമായിട്ടോ അല്ലെ കാർമ്മികമായിട്ടോ ഉള്ള പരിഹാരങ്ങളൊന്നുമല്ല. നമ്മൾ ഇന്ന് പറയുന്നത് പൊതുവെ ജനറലായിട്ട് എല്ലാവർക്കും ഒരേ സമയം എഫക്റ്റ് ആകാൻ പോകുന്ന, എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം. അതിൽ പ്രത്യേകിച്ച് വൃശ്ചിക രാശിക്ക് എന്താണെന്ന് വെച്ചാൽ, വൃശ്ചിക രാശിയിലെ ചന്ദ്രൻ നീചമാണ്. നമുക്കറിയാം ഓരോ ഗ്രഹങ്ങളും, അതായത് സൂര്യൻ എന്ന് പറഞ്ഞാൽ പിതൃകാരകനാണ്, ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃകാരകനാണ്, ചൊവ്വ എന്ന് പറഞ്ഞാൽ സഹോദരകാരകനാണ്, ബുധൻ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ സഹോദരകാരകൻ തന്നെയാണ്, അല്ലെങ്കിൽ അമ്മാവനാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ വ്യാഴം എന്ന് പറയുന്നത് പിന്നെ ഗുരുവാണ്, പിന്നെ ശുക്രൻ ഭാര്യയാണ്, അല്ലെ. അതുപോലെ ശനി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ സബോർഡിനേറ്റ്സാണ്. അപ്പം ഈ ഓരോ ഗ്രഹത്തിനും ഓരോ ജീവകാരകത്വങ്ങളുണ്ട്, അത് നമുക്ക് നല്ല അറിയാം. അതുപോലെ തന്നെ പിന്നെ ഓരോ ഗ്രഹത്തിൻ്റെ ന്യൂമറോളജിക്കൽ നമ്പറാണ് സൂര്യൻ 1, ചന്ദ്രൻ 2, ബുധൻ പിന്നെ വ്യാഴം 3, രാഹു 4, 5 1 ബുധൻ, 6 ശുക്രൻ, 7 കേതു, 8 ശനി, 9 ചൊവ്വ. അപ്പം ഈ കാരകത്വം, അതായത് ന്യൂമറോളജിക്കൽ നമ്പരും ഞാനിപ്പോൾ പറയാൻ പോകുന്ന പരിഹാരം വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള പരിഹാരം, ആർക്കും ചെയ്യാവുന്ന പരിഹാരം. അതുപോലെ തന്നെ ഇതിന് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും അല്ല. ദൈവവിശ്വാസം വേണമെന്നില്ല, ദൈവവിശ്വാസം വേണ്ടാന്നില്ല, ആർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിൾ പരിഹാരം, വളരെ 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 എഫക്റ്റീവായിട്ടുള്ള പരിഹാരം. 48 ദിവസങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയൂ, ഇത് എനിക്ക് ശരിയായില്ല എന്ന് പറയൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എനിക്ക്. തീർച്ചയായിട്ടും അങ്ങനെയല്ല, 100% വർക്കൗട്ടാകും. ഇതിന് യാതൊരു മാറ്റവും ഇല്ല. എന്താണെന്നല്ലേ, വൃശ്ചിക രാശി പൊതുവേ അറിയാം, വൃശ്ചിക രാശിക്കാരെ എപ്പോഴും വളരെ മാനസികമായി വളരെ ടെൻഷനുള്ളവരായിരിക്കും. അവർക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവർക്ക് മനസ്സ് ഒരിക്കലും സ്ട്രോങ് ആയിരിക്കില്ല, മനസ്സൊരിക്കലും ഒരു കോൺഫിഡൻ്റ് ആയിട്ടിരിക്കില്ല. മനസ്സിൻ്റെ ഈ കോൺഫിഡൻസ് കുറവാണ്. അവരെല്ലാ തരത്തിലും ഉയർന്നവരാണ്, പക്ഷേ മനസ്സിൻ്റെ കോൺഫിഡൻസിൻ്റെ കുറവാണ് അവരെ എപ്പോഴും പുറകോട്ട് വലിക്കുന്നത്. അപ്പോൾ കാരണം എന്താ പറയുക, ചന്ദ്രൻ നീചത്തിലാണ്, വേറെ ഒന്നുമല്ല. ചന്ദ്രനാണല്ലോ മനോകാരകൻ. നമ്മളുടെ ജാതകത്തിൽ ഏത് ഗ്രഹം നീചത്തിലുണ്ടോ അതിനെ തേടിയായിരിക്കും നമ്മുടെ പോക്ക്. എക്സാമ്പിൾ, ഇപ്പോൾ ശനി മേടത്തിൽ നിൽക്കുന്ന, അശ്വതി നക്ഷത്രത്തിൽ നിൽക്കുന്നവർ ആരോടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കർമ്മത്തെപ്പറ്റി സംസാരിക്കും, പാപത്തെപ്പറ്റി സംസാരിക്കും. പിന്നെ ഹിന്ദു ആണെങ്കിൽ ശിവനെ പറ്റി സംസാരിക്കും. അങ്ങനെ, അതായത് ക്രിസ്ത്യൻ ആണെങ്കിൽ കൂടെ അവരും പാപത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കും. എന്തിന്? ശനി നീചത്തിലുള്ളവർ പ്രത്യേകിച്ച്. എന്താണ് ഇതിന് കാരണം അവർ ജനിച്ചിരിക്കുന്നത് തന്നെ ആ ഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാരൂഢത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നീചത്വമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്വഭാവം നോക്കുള്ളൂ. 100% അവർ അതിൻ്റെ കാരകത്വങ്ങൾക്ക് പുറമേ ആയിരിക്കും. ഇവിടെയാണ് അസ്ട്രോളജി ലൈഫ് സയൻസുമായിട്ട് എന്താ ബന്ധമുള്ളതെന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് വരാം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരിഹാരം. എനിക്ക് തോന്നുന്നില്ല അധികം ആരും ഇത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന്. എന്നാൽ ഞാനിത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് വൃശ്ചിക രാശിക്കാർക്ക്. അവരുടെ ചന്ദ്രൻ നീചമാണല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, നിങ്ങളുടെ സ്വന്തം അമ്മയാണ്. ഇപ്പോൾ ഒരു പക്ഷേ അമ്മ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ സ്ഥാനത്ത് ആരുണ്ടോ അവർ. ഓക്കെ, അത് രണ്ടാമത് എന്താണ്, നിങ്ങൾക്ക് പിന്നെ ചന്ദ്രൻ്റെ നമ്പർ എത്ര? ന്യൂമറോളജിക്കൽ നമ്പർ 2 അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് ദിവസവും ഗൂഗിൾ പേ ഉള്ളവരെ മിക്കവാറും എല്ലാവർക്കും ഗൂഗിൾ പേ കാണും. ഇല്ലെങ്കിലും
ഒരു 11 രൂപ, 1+1 2, 11 രൂപ നിങ്ങളുടെ സ്വന്തം അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തിരിക്കുന്നവർക്ക് രാവിലെ നിങ്ങളെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അയച്ചു നോക്ക്. ഒരു 48 ദിവസം ഇത് ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേജ് ഉയരും, നിങ്ങളുടെ ചന്ദ്രൻ ഉയരും, നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. 100%. ഇത് സത്യമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാട്ട്. അപ്പം സുഹൃത്തുക്കളെ, ഈ ഒരു പുതിയ വർഷത്തിലെ ഒരു എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു പരിഹാരം എനിക്ക് പറയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.